മുഖ്യമന്ത്രിയും CPIM-ഉം പരസ്യമായി തള്ളിയതോടെ PV അൻവറിന്റെ അടുത്ത നീക്കമെന്തെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പരസ്യ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന പാർട്ടി നിർദ്ദേശം തള്ളി 4:30 PV അൻവർ മാധ്യമങ്ങളെ കാണും. കടുത്ത തീരുമാനങ്ങളിലേക്ക് PV അൻവർ കടന്നേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് PV അൻവർ ഫേസ്ബുക്കിൽ പറഞ്ഞതിലെ പൊളിറ്റിക്കൽ സസ്പെൻസിനാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാത്തിരിക്കുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. വിപിൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ഒപ്പം ADGP MR അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പാർട്ടിക്ക് ഒരു തരത്തിലും വഴങ്ങില്ല എന്നുമുള്ള ഒരു മുന്നറിയിപ്പുമായാണ് PV അൻവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 4:30 മാധ്യമങ്ങളെ കാണുമെന്നറിയുന്നു. അതിന്റെ സസ്പെൻസ് അതാണിപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 4:30 എന്താകും അൻവർ മാധ്യമങ്ങളോട് പറയാൻ പോകുന്നത്? വിപിൻ. ശ്രീലക്ഷ്മി, ഇതുവരെ എടുത്തിട്ടുള്ള ആരോപണങ്ങൾ, ഇതുവരെ പറഞ്ഞിട്ടുള്ള പരാതികളെല്ലാം തന്നെ കടുപ്പിക്കുകയാണ് PV അൻവർ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാവുക. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പരസ്യ പ്രസ്താവന പാടില്ല എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് പരസ്യ പ്രസ്താവനയിലേക്ക് ഇന്നലെ PV അൻവർ കടന്നത്. ഇന്ന് അത് കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് അതൊരു വാർത്താ സമ്മേളനത്തിലേക്ക് മാറുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്തിനും അതുപോലെ തന്നെ വിധേയത്വത്തിനും മുകളിലാണ് ആത്മാഭിമാനം, അത് തനിക്ക് ഇത്തിരി കൂടുതലാണ് എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ആത്മാഭിമാനത്തോടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കും, ഇനി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാണോ അല്ലെങ്കിൽ രാജിവെക്കാനുള്ള തീരുമാനമാണോ എന്നുള്ളത് തന്നെയാണ് ഈ സസ്പെൻസിലേക്ക് ഈ എത്തിക്കുന്ന ഒരു ഘടകമുള്ളത്. ഒപ്പം തന്നെ നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നുള്ളതും പറയുന്നുണ്ട്. ഈ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളത് ആദ്യം മുതൽ തന്നെ PV അൻവർ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അന്വേഷണത്തിന് മുൻപ് അത്തരം ഒരു നീക്കം ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് പുറമെ തന്നെ മറ്റു നേതാക്കളും PV അൻവറിനെതിരെ രംഗത്ത് വരികയും CPM തള്ളിപ്പറഞ്ഞു. ഈ തള്ളിപ്പറയലോട് കൂടിയാണ് ഇപ്പോൾ പരമാവധി പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുകയും കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനുള്ള നീക്കം. ഇന്നും അത്തരത്തിൽ തന്നെ ADGP-ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. രാജിക്കുള്ളൊരു സാധ്യതയില്ല, എന്നാൽ പരമാവധി പാർട്ടിയെ കൊണ്ട് തന്നെ ഒരു നടപടി എടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാർലമെന്ററി യോഗത്തിലെ അംഗമാണ് നിലവിൽ PV അൻവർ. അതുകൊണ്ട് തന്നെ അത് വിളിച്ചു ചേർത്ത് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഒരു താക്കീതെങ്കിലും CPM നൽകാനുള്ള ഒരു നീക്കം നിലവിൽ മുൻകൂട്ടി തന്നെ PV അൻവറും കാണുന്നുണ്ട്. അതിന് മുൻപായിട്ടായിരിക്കും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ പോവുക. ഇന്ന് 4:30 ഈ നിർണായകമായ യോഗം നിലമ്പൂരിൽ വെച്ച് നടക്കുകയും ചെയ്യുക. വിപിൻ, CPM-നെയും സർക്കാരിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം അൻവർ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വാർത്താ സമ്മേളനം കൂടി അൻവർ വിളിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGP-ക്കും ഒക്കെ എതിരെയുള്ള ആരോപണങ്ങളായിരുന്നു അൻവർ ഉന്നയിച്ചതിലേറെയുമുള്ളത്. ഇപ്പോൾ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത് സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്? ഇനി ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളൊന്നും പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയ ശേഷമാണ് വീണ്ടും അൻവർ ഒരു പോരുമായി ഇറങ്ങുന്നത്. ഇത് പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ ഇപ്പോൾ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് വിപിൻ? ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയിൽ അംഗമല്ല PV അൻവർ. അതുകൊണ്ട് തന്നെ പാർട്ടിപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളിലേക്കും PV അൻവറിനെതിരെ കടക്കാനും സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹം പാർട്ടി അംഗമല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ നിരന്തരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇനി പരസ്യ പ്രസ്താവന പാടില്ല എന്നും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ, സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോകരുത് എന്നുള്ളതും അഭ്യർത്ഥനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാർട്ടിയുടെ ഒരു പൊതു രീതിയല്ല, ഒരു നിർദ്ദേശം നൽകാനാണ് സാധാരണ രീതിയെങ്കിൽ ഇതൊരു അഭ്യർത്ഥനയുടെ ഭാഷയായിരുന്നു. അത് പ്രകാരമാണ് ഇനി ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് ഇല്ല എന്നുള്ളത് അൻവർ പറയുകയും ചെയ്തത്. പക്ഷെ അതിന്റെ ആയുസ് വെറും 2 ദിവസം മാത്രമായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി എടുത്ത ഈ RSS ADGP കൂടിക്കാഴ്ചയിൽ അന്വേഷണം എന്നുള്ള തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അൻവർ രംഗത്തെത്തിയത്. ഇന്ന് അത് വാർത്താ സമ്മേളനത്തിലേക്ക് മാറുന്നു. അതായത് CPM-ന്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ യാതൊരുവിധ പിന്തുണയും ഇനി ലഭിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് PV അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ താൻ പറഞ്ഞ ആരോപണങ്ങൾ വസ്തുനിഷ്ഠമാണ്, അതിൽ നടപടി എടുക്കണമെന്ന ആവശ്യത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വീകാര്യത പരമാവധി ഉപയോഗപ്പെടുത്തുക, പരമാവധി അണികളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്യ പ്രസ്താവനകളിലേക്ക് നിരന്തരം കടക്കുകയും ചെയ്യുന്നത്. പാർട്ടി പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടുകൂടി ഈ ADGP-യെ മാറ്റണമെന്നടക്കമുള്ള ആവശ്യത്തിന് സ്വീകാര്യത കൂടുന്നു. അതിൽ ഉപയോഗപ്പെടുത്തുക, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനങ്ങളിലൂടെ PV അൻവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ UDF-ലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം ഒരു തരത്തിലും അത്തരമൊരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനൊക്കെ ആവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇനിയുള്ളതിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള ഒരു നീക്കമുണ്ടോ, അതിനേതെങ്കിലും രീതിയിലുള്ള പിന്തുണയുണ്ടോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ.
ശ്രീലക്ഷ്മി. വിപിൻ തുടരുക. ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി ചേരുകയാണ്. ദീപക് ധർമ്മടം, പരസ്യ പ്രതികരണം പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം നിലനിൽക്കെയാണ് അദ്ദേഹം PV അൻവർ ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. 4:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം എന്തു പറയും എന്നതിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അൻവറിന്റെ അടുത്ത നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇപ്പോൾ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നത്. എന്താകും അൻവറിന്റെ അടുത്ത നീക്കമെന്ന് നമുക്ക് കരുതാം. ദീപക് ധർമ്മടം. മുഖ്യമന്ത്രിയും CPIM-ഉം പരസ്യമായി തള്ളിയതോടെ PV അൻവറിന്റെ അടുത്ത നീക്കം എന്ത് എന്ന രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പരസ്യ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന പാർട്ടി നിർദ്ദേശം അത് PV അൻവർ തള്ളുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 4:30 അതിനുശേഷം ഇപ്പോൾ 4:30 PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക് ധർമ്മടം, പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് അദ്ദേഹം ഇന്ന് അതെല്ലാം തള്ളിക്കൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. 4:30 അദ്ദേഹം PV അൻവർ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അൻവറിന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അത് എന്താകുമെന്ന് നമുക്ക് കരുതാം. ദീപക് ധർമ്മടം. ശ്രീലക്ഷ്മി, ഒരു കാര്യം വ്യക്തമാണ്. അൻവറിന്റെ അടുത്ത നീക്കം അൻവറിനല്ലാതെ മറ്റാർക്കും പ്രവചിക്കുക സാധ്യമല്ല. കാരണം അൻവറിന്റെ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമായി അനുമാനിക്കാൻ സാധിക്കുന്നത്, അൻവർ CPIM-ന്റെ നിലപാടിനോട് യോജിക്കുന്നില്ല. CPIM പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറല്ല. അങ്ങനെ പാലിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് കാലത്ത് അദ്ദേഹം FB പോസ്റ്റ് ഇടുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷെ എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നപ്പോൾ, അതായത് ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അൻവറിനെ തള്ളുന്നു. അതിനുശേഷം ഞായറാഴ്ച അവൈലബിൾ സെക്രട്ടേറിയറ്റ് നടന്ന ദിവസം സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വരുന്നു. ആ കമ്മ്യൂണിക്കയിൽ വളരെ കൃത്യമായി അൻവറിനെ തള്ളി പറയുന്നു. അൻവറിന്റെ നിലപാട് പാർട്ടിക്കെതിരാണ്, ജനങ്ങൾ ജാഗ്രത പാലിക്കണം, അൻവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറയുന്നു. അന്നു രാത്രി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിക്ക് വഴങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്, ഇനി റിപ്പോർട്ട് വരുന്നവരെ കാത്തു നിൽക്കുമെന്നാണ്. ആ നിലപാട് തള്ളിക്കൊണ്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ളത് വ്യക്തമാണ്. അത് നൽകുന്ന സൂചന CPIM നിർദ്ദേശം അല്ലെങ്കിൽ LDF നിർദ്ദേശം തൽക്കാലം പാലിക്കാൻ അൻവർ തയ്യാറല്ല എന്ന സന്ദേശം തന്നെയാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിപ്പായി നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. കാരണം നേരത്തെ അൻവർ പറഞ്ഞത് താൻ തൽക്കാലം ഇനി പ്രതികരിക്കുന്നില്ല, പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ളതായിരുന്നു. പാർട്ടിയിൽ വിശ്വാസം, അന്വേഷണം നടക്കട്ടെ എന്നുള്ളതായിരുന്നു. ആ നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് ഇതെന്നുള്ളത് വ്യക്തമാണ് ശ്രീലക്ഷ്മി. ദീപക് ധർമ്മടം, അതുപോലെ തന്നെ അൻവർ MLA സ്ഥാനം രാജിവെക്കുകയാണോ എന്ന ചോദ്യങ്ങളോടൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചു കണ്ടത്. അത്തരത്തിൽ ഒരു രാജി എന്നതിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട് ദീപക് ധർമ്മടം? ലഭ്യമാകുന്ന വിവരം, അൻവർ നേരത്തെ തന്നെ ഒരു രാജിഭീഷണി മുഴക്കി എന്നുള്ളതാണ് ലഭ്യമായ വിവരം. CPIM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ അദ്ദേഹം വിളിച്ചു, ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞു. അതേ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പിന്നീട് അൻവറിന്റെ നിലപാട് ശരിയല്ലെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതായത് ഈ PSCക്ക് ന്യായീകരിച്ചുകൊണ്ട്, PSCക്ക് ക്ലീൻ ചീട്ട് നൽകിക്കൊണ്ട് MR അജിത് കുമാറിനെതിരെ തൽക്കാലം മാറ്റമില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും പാർട്ടിയുടെ നിലപാടും അക്ഷരാർത്ഥത്തിൽ അത് അൻവറിനേറ്റ വലിയൊരു അടിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അൻവർ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന് CPIM-ന്റെ മുതിർന്ന നേതാക്കളെ അറിയിച്ചു എന്നുള്ള വിവരം നമുക്കുണ്ട്. മാത്രവുമല്ല അൻവറിന്റെ ക്യാമ്പും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൻവർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അൻവറിന്റെ അടുത്ത കേന്ദ്രങ്ങൾ എന്നോട് തന്നെ നേരിട്ട് ഈ കാര്യം പറഞ്ഞതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ അൻവറിന്റെ രാജി സന്നദ്ധത അല്ലെങ്കിൽ രാജിവെക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയത് സ്വാഭാവികമായും അത് CPM-നെയും ഇടതുമുന്നണിയെയും ഒരു സിറ്റിംഗ് സീറ്റിൽ പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. മാത്രവുമല്ല ശ്രദ്ധിച്ചാൽ നവമാധ്യമങ്ങളിൽ അൻവർ രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാമ്പയിനും അൻവർ അനുകൂലികളായ അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഏതായാലും CPIM-ൽ വളരെ കൃത്യമായി അൻവറിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം പ്രാദേശിക ഘടകങ്ങൾക്ക്, നിലമ്പൂരിലെ പ്രാദേശിക ഘടകങ്ങൾക്ക് ഉൾപ്പെടെ അൻവർ അനുകൂല പോസ്റ്റുകളോ പ്രചരണങ്ങളോ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വന്നതിന് ശേഷം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ശ്രീലക്ഷ്മി. ദീപക് ധർമ്മടം, അതുപോലെ തന്നെ നേരത്തെ ഒരു മുന്നറിയിപ്പ് പാർട്ടി നൽകിയതിനു ശേഷം പോലീസിനും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമൊക്കെ എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളൊക്കെ താൻ അവസാനിപ്പിക്കുകയാണ് എന്ന് PV അൻവർ MLA നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന് ഒരു താൽക്കാലിക വെടിനിർത്തൽ, അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇന്ന് വീണ്ടും ഇദ്ദേഹം രംഗത്തെത്തുന്നത്. അതിൻ്റെ ഒരു സൂചന എന്താകാം? രാഷ്ട്രീയപരമായി ഇത് ഏത് തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കാണ് വഴി തുറക്കുക?
ഈ രാഷ്ട്രീയം ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. അൻവർ CPM വഴങ്ങാൻ തയ്യാറല്ല, സർക്കാരിന് വഴങ്ങാൻ തയ്യാറല്ല. കാരണം അൻവർ നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നപ്പോൾ ആ പ്രസ്താവനയുടെ അന്ന് രാത്രി ഏതാണ്ട് 8 മണിയോടെ ആയിരുന്നു അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. തൽക്കാലം പാർട്ടിക്ക് വഴങ്ങുകയാണ്, പരസ്യ പ്രതികരണം നിർത്തുകയാണ് എന്ന നിലയിലുള്ള ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അൻവറിന്റെ ഫേസ്ബുക്ക് വാളിലെ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള പടം മാറ്റപ്പെടുന്നു. ആ ഹെഡർ പടം മാറ്റി അൻവർ മറ്റൊരു പടം ഇടുന്നു. പക്ഷെ എന്നാലും അൻവർ മാധ്യമങ്ങളോട് പാർട്ടിക്കെതിരെ പാർട്ടിയെ പ്രതിനിധിയിലാക്കുന്ന പ്രസ്താവനകൾ പിന്നീട് 2 ദിവസം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇന്നലെ ഫുൾ കോറം സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അത് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടെ ഒരു കാര്യം വ്യക്തമാണ്, അൻവർ ഏതായാലും പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ അൻവറിന് പാർട്ടിയുടെ സംരക്ഷണം ഏതെങ്കിലും തരത്തിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായി. ഒരുപക്ഷെ അൻവർ നേരത്തെ എടുത്ത നിലപാട് പാർട്ടിക്ക് വഴങ്ങി പരസ്യ പ്രസ്താവനയിൽ നിന്നും മാറി നിൽക്കാമെന്ന നിലപാട് അൻവർ പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിൽ നിന്നും മാറിക്കൊണ്ട് പാർട്ടിയെ ആക്രമിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്. അത് അൻവറിന്റെ രാജി സന്നദ്ധത പ്രഖ്യാപിക്കലാണോ എന്താണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അൻവർ CPIM LDF വഴങ്ങി മുൻപോട്ട് പോകുന്നില്ല എന്ന കൃത്യമായ സന്ദേശം അതാണ് ഇന്ന് കാലത്ത് അൻവർ വാർത്താ സമ്മേളനം വിളിക്കുന്നു വൈകുന്നേരം 4:30 എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും CPIM പരസ്യമായി തള്ളിയതോടെ PV അൻവറിന്റെ അടുത്ത നീക്കം അത് എന്താകുമെന്ന രാഷ്ട്രീയ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പരസ്യ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശമൊക്കെ തള്ളി 4:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് PV അൻവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.